നമുക്കെന്ന കാൻഡിൽ സ്റ്റിക്സ് എന്താണെന്ന് പഠിച്ചാലോ? കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് മനസ്സിലാക്കുന്ന മാർക്കറ്റ് ലാംഗ്വേജിനെയാണ് നമ്മൾ കാൻഡിൽ സ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. മാർക്കറ്റിൽ 2 തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. ഒന്ന് ഗ്രീൻ ക്യാൻഡിലും ഉണ്ട്, മാർക്കറ്റിൽ റെഡ് ക്യാൻഡിലും ഉണ്ട്. ഗ്രീൻ ക്യാൻഡിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റവും റെഡ് ക്യാൻഡിൽ ഒരു ഡൗൺ സൈഡ് ട്രെൻഡുമാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. എപ്പോഴും ക്യാൻഡിലിന് ഒരു ബോഡിയും കാണും, ഒരു വിക്കും കാണും. ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ബോഡി എന്ന് വിളിക്കുന്നത്. ഈ ഒരു ലൈനെയാണ് ഒന്നുകിൽ നമ്മൾ ഷാഡോ എന്ന് വിളിക്കും, അതല്ലെങ്കിൽ വിക്ക് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ബോഡി എന്ന് വിളിക്കും. ഈ ഒരു ലൈനിനെ ഇതിനെ നമ്മൾ ഷാഡോ അല്ലെങ്കിൽ വിക്ക് എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു കാൻഡിൽ സ്റ്റിക്സ്, ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്സ് എങ്ങനെ വരുന്നു എന്ന് പഠിച്ചാലോ? ആദ്യം ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എങ്കിൽ എപ്പോഴും അതിൻ്റെ ഓപ്പൺ ഈ ഒരു പോയിന്റ് ആയിരിക്കും. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴേക്ക് പോകുന്നു, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് അപ്പ് സൈഡ് പോകുന്നു, അതിനുശേഷം ഇവിടെയായിരിക്കും അതിൻ്റെ ക്ലോസിംഗ്. കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ ക്ലോസിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നത്. അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ സൂചിപ്പിക്കുന്ന മാർക്കറ്റ് താഴേക്കാണെന്നാണ്. അതുകൊണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ഈ ഒരു പോയിന്റ് ആയിരിക്കും. അതിനുശേഷം ഒന്ന് മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. കണ്ടോ, ഇതിൻ്റെ ക്ലോസിംഗ് എപ്പോഴും ഇവിടെയായിരിക്കും, ഇതിൻ്റെ ക്ലോസിംഗ് എപ്പോഴും ഇവിടെയായിരിക്കും. ഇതിൻ്റെ ഓപ്പൺ എവിടെയാണ്? ഇതിൻ്റെ ഓപ്പൺ എവിടെയാണ്? ഇതിൻ്റെ ഓപ്പൺ താഴെയാണ്. ഓക്കെ, ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിന് സൂചിപ്പിക്കുന്നു, ഇത് മാർക്കറ്റ് താഴേക്ക് പോകുന്നതിന് സൂചിപ്പിക്കുന്നു. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഓരോ കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ